ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് പഠിക്കുന്നത്? വി ലേൺ ടു എക്സ്പ്രസ് അവർ ഇമോഷൻസ്. വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിലും അതേപോലെ വികാരങ്ങളാണ് ആദ്യം എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, സന്തോഷം, സങ്കടം, ദേഷ്യം, സർപ്രൈസ്, അത്ഭുതം, ഭയം. ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കുമുള്ള വികാരങ്ങളാണ്. അപ്പോൾ വെൻ യു ഫീൽ ഹാപ്പിനെസ്, അത് നമ്മൾ ഷെയർ ചെയ്യണം. ഒരാളൊരു ഹാപ്പി ന്യൂസ് പറയുമ്പോൾ നമ്മളയാളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു സാഡ് ന്യൂസ് പറയുമ്പോൾ നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരണം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഒരു 15 കോമൺ ആയിട്ടുള്ള തുടക്കക്കാർക്ക് വേണ്ട എക്സ്പ്രഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഐ വാണ്ട് യു ടു ലിസൺ ടു ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഐ വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് ആൻഡ് ഐ വാണ്ട് യു ടു യൂസ് ഇറ്റ്. ദാറ്റ് ഈസ് ഹൗ യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ യു റെഡി? അപ്പോൾ സന്തോഷം വരുമ്പോൾ നമ്മൾക്ക് എന്ത് എക്സ്പ്രഷൻസ് ആണ് പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇമാജിൻ ഒരു ഫ്രണ്ട് വന്ന് പറയാണ്, ഷെയറിങ് എ ഹാപ്പി ന്യൂസ്. അപ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പ് അനുസരിച്ച് പറയാം. ഐ ആം ത്രിൽഡ്, ഐ ആം ഓവർ ദ മൂൺ, ഇറ്റ് മേക്സ് മീ ഹാപ്പി. ഇത് മൂന്നും കൂടി ഒരുമിച്ച് പറയണ്ട. നമ്മുടെ ശ്രീനിവാസന്റെ സിനിമയിൽ ആക്ഷൻ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും ഒന്ന്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ താങ്ക് യു, ഇറ്റ് മേക്സ് മീ ഹാപ്പി എന്ന് പറയുമ്പോൾ ഹി ഫീൽ സോ ഹാപ്പി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ ഐ എം ഓവർ ദ മൂൺ, ഓവർ ദ മൂൺ. ആ എക്സ്പ്രഷൻ തന്നെ ഉണ്ട്, നമ്മൾ ചന്ദ്രന്റെ മുകളിൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് ഹാപ്പി. പെട്ടെന്നൊരു ഇത് കിട്ടുമ്പോൾ ഐ എം ത്രിൽഡ്. അപ്പോൾ വാട്ട് ആർ ദേ? ഐ എം ത്രിൽഡ്, ഐ എം ഓവർ ദ മൂൺ ആൻഡ് ഇറ്റ് മേക്സ് മീ ഹാപ്പി. ഇനി ദുഃഖം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടൊരു വികാരമാണ്. അപ്പോൾ വെൻ സംബഡി ഈസ് സാഡ്, യു ഹാവ് ടു സേ ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പറയാം, ഇപ്പോൾ ഐ എം ഫീലിംഗ് ഡൗൺ, ഐ എം ഫീലിംഗ് ഡൗൺ, ഐ എം ഹാർട്ട് ബ്രോക്കൺ. ഹൃദയം പൊട്ടിപ്പോയി, ഹൃദയം തകർന്നിരിക്കുക എന്നൊക്കെ പറയില്ലേ, പ്രേമനൈരാശയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പറയുന്നത് ഐ എം ഹാർട്ട് ബ്രോക്കൺ. ഇറ്റ് മേക്സ് മീ ഫീൽ ബ്ലൂ. ബ്ലൂ മീൻസ് സാഡ്നെസ്. ഇറ്റ് മേക്സ് മീ ഫീൽ ബ്ലൂ. അപ്പോൾ 3 എക്സ്പ്രഷൻസ് എന്താണ്? ഐ എം ഫീലിംഗ് ഡൗൺ, ഐ എം ഹാർട്ട് ബ്രോക്കൺ, ഇറ്റ് മേക്സ് മീ ഫീൽ ബ്ലൂ. ഇനി ദേഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ഇതായിട്ടുള്ള വികാരമാണ്. ഐ എം ആംഗ്രി എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഐ എം ഫ്രസ്ട്രേറ്റഡ്. പക്ഷെ ഇത് പറയുമ്പോൾ ആ ഇമോഷൻ മുഖത്ത് വരണം. ഐ എം ഫ്രസ്ട്രേറ്റഡ് എന്നല്ല നമ്മൾ പറയുന്നത്. ഐ എം ഫ്രസ്ട്രേറ്റഡ്, ഐ ആം അനോയ്ഡ്, ഇറ്റ് മേക്സ് മീ ഫ്യൂരിയസ്. ഫ്യൂരിയസ് ഇങ്ങനെ ചുവന്ന് ചോര ദേഷ്യം കൊണ്ട് മുഖം തുടിക്കില്ലേ. ഐ എം ഫ്യൂരിയസ്, ഐ എം അനോയ്ഡ്, ഐ എം ഫ്രസ്ട്രേറ്റഡ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നെന്ന് പറയണ്ട, ഐ എം ഫ്രസ്ട്രേറ്റഡ്, ഐ എം അനോയ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് മേക്സ് മീ ഫ്യൂരിയസ് എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പിന്നെ അത്ഭുതം, സർപ്രൈസ് എന്നുള്ളത് ശരിക്കും നമ്മൾ സർപ്രൈസ് എന്നാണ് കറക്റ്റ് ഇംഗ്ലീഷിൽ പറയുന്നത്. പെട്ടെന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഐ വാസ് ടേക്കൺ എ ബാക്ക്, ഐ വാസ് ടേക്കൺ എ ബാക്ക്, ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. കാരണം അപ്രതീക്ഷിതം എന്ന് മലയാളത്തിൽ പറയുമല്ലോ. ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. ഐ ആം എസ്റ്റോണിഷ്ഡ്, ഐ ആം എസ്റ്റോണിഷ്ഡ്. അപ്പോൾ ഇതിൽ ഐ ആം നമ്മൾ പറയുന്നില്ല, ആം എന്നാണ് പറയുന്നത്. ഐ വാസ് ടേക്കൺ എ ബാക്ക്, ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്, ഐ ആം എസ്റ്റോണിഷ്ഡ്. ഇത് കേട്ടതുകൊണ്ട് കാര്യമില്ല, കേട്ടാലും നന്നാണ്, പക്ഷേ ഒന്ന് പറഞ്ഞു നോക്കണേ. ഇനി പേടി വരുമ്പോൾ എനിക്ക് പേടിയാവണം എന്ന് നമ്മളെങ്ങനെയാണ് പറയുക? ഐ ആം സ്കെയർഡ്. അപ്പോൾ പേടി നമുക്ക് വരണം കേട്ടോ. ഐ ആം ഫ്രൈറ്റൻഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ IELTS ഒക്കെ എഴുതി പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും യു മസ്റ്റ് ബി ഫ്രൈറ്റൻഡ്, യു മസ്റ്റ് ബി സ്കെയർഡ്. ഒരു എക്സാമിനൊക്കെ മിണ്ടാൻ പോകുമ്പോൾ ഇറ്റ് മേക്സ് മീ നെർവസ്. സോ ഇൻ ദിസ് വീഡിയോ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. ദ കോമൺ തിങ്, ഐ വാണ്ട് യു ടു repeatedly listen to it and make use of it. Even if you are happy with my video, give me a like. If you are annoyed with my video, say that in the comment. If you are scared of English, please do comment. I'll see you tomorrow. This is the 14th day of speaking challenge IELTS. Thank you for participating. This is your trainer Pradeep Hariharan signing off.